Good morning, everyone. In the last class, we discussed this banking structure of India. ഇപ്പോൾ ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ദർ ഇസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഓർഗനൈസ്ഡ് സെക്ടർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 4 RBI, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പെക്സ് ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. So, in this video, we are going to discuss this banking institutions. ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് വിഭാഗത്തിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഈ ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രേറ്റ് അവേ വി ക്യാൻ മൂവ് ഓൺ ടു ദാറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ്ങിൽ എന്താ പറയുക, ഓർഗനൈസ്ഡ് സെക്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾക്കൊക്കെ എപ്പോഴും ഇടപാടുകൾ വരുന്നത് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാണ്. എന്താണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നമ്മൾ കേട്ടിട്ടുണ്ട് ഷെഡ്യൂൾഡ് ബാങ്കും ഷെഡ്യൂൾഡ് അല്ലാത്ത അൺഷെഡ്യൂൾഡ് ബാങ്ക്സും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ തന്നെ ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഈ ഡിവിഷൻസ് വളരെയധികം ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ബാങ്കിങ് സ്ട്രക്ചറിലെ അൺഓർഗനൈസ്ഡും ഓർഗനൈസ്ഡുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർഗനൈസ്ഡിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4-ലെ ഒന്നാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് അൺഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. So we are going to discuss in detail what do you mean by scheduled banks, unscheduled banks. ആ ഷെഡ്യൂൾഡ് ബാങ്ക്സിലെ തന്നെ 2 ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്തൊക്കെയാണ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്തൊക്കെയാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ സബായിട്ട് വരുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സും അൺഷെഡ്യൂൾഡ് ബാങ്ക്സും. 2 മേജർ ക്ലാസിഫിക്കേഷൻ ആണല്ലോ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ ദി 2nd ഷെഡ്യൂൾ ഓഫ് RBI Act of 1935. സോ RBI ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1935. ആ RBI ആക്ടിലെ 2ാമത്തെ ഷെഡ്യൂളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. 2ാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ദ ബാങ്ക്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഓഫ് ആൻ അഗ്രിഗേറ്റ് വാല്യൂ നോട്ട് ലെസ് ദാൻ 5 lakhs. അപ്പോൾ 2 ക്രൈറ്റീരിയകൾ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ബാങ്ക് ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക്. എന്തൊക്കെയാണ് 2 ക്രൈറ്റീരിയകൾ? The first one is it is registered in the 2nd schedule of RBI Act of 1935. RBI ആക്ടിൻ്റെ 2ാമത്തെ ഷെഡ്യൂളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കാണ്. അതേപോലെ തന്നെ ഒരു ക്രൈറ്റീരിയയും കൂടി ഫുൾഫിൽ ചെയ്യണം. ആ ബാങ്കുകളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് 5 ലക്ഷമോ അതിൽ കുറയാത്ത ഒരു തുകയോ ആയിരിക്കണം. സോ ഇഫ് എ ബാങ്ക് is having a paid up capital and reserve 5 lakh or more than 5 lakh, and if its name is registered in the 2nd schedule of RBI Act, then that bank is a scheduled bank. അപ്പോൾ എന്തായിരിക്കും അൺഷെഡ്യൂൾഡ് അല്ലെങ്കിൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്തൊക്കെയാവും? ഒന്നാമത്തെ കാര്യം, ദ ബാങ്ക് വിത്ത് റിസർവ് ക്യാപിറ്റൽ ലെസ് ദാൻ 5 lakh. 5 ലക്ഷത്തിൽ താഴെ ആയിരിക്കും റിസർവ് ക്യാപിറ്റൽ അവർക്ക് ഉണ്ടാവുക. ഇത് കൂടുതൽ വേണം. പിന്നെ പറയുന്നത് എന്താണ്? ബാങ്കിങ് കമ്പനി ഈസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് ഓഫ് സെക്ഷൻ 5 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949, വിച്ച് ഈസ് നോട്ട് എ ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ RBI ആക്ടിലല്ല ഈ ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ച് അൺഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. സോ
ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 സെക്ഷൻ 5 പറയുന്നതാണ് ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി RBI ആക്ട് ആൻഡ് ഇറ്റ്സ് റിസർവ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ 5 lakh. These banks are not governed according to RBI Act and they don't receive any benefit from RBI. നമുക്കറിയാം RBI ആണ് ബാങ്കുകളുടെ ബാങ്ക്, ദ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കോ എന്തെങ്കിലും ബാങ്കുകൾക്കൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ we will approach RBI because all the banks are functioning as per the rules and norms of RBI. പക്ഷേ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്താണ്? RBIയുടെ രണ്ടാമത്തെ ഷെഡ്യൂളിലൊന്നും പറയുന്നില്ല. 5 ലക്ഷത്തിൽ താഴെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവും. മാത്രമല്ല RBI ആക്ട് പ്രകാരമല്ല അതിൻ്റെ ഗവേണിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ RBIയുടെ യാതൊരു തരത്തിലുള്ള കൈകടത്തലുകളോ ബെനിഫിറ്റുകളോ ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളും അൺഷെഡ്യൂൾഡ് ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നും അൺഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഷെഡ്യൂൾഡ് ബാങ്കുകളെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകളിനെ നമ്മൾ വീണ്ടും എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നും അതിൻ്റെ സബ് ഡിവിഷൻസും ആദ്യം നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ബാങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ഹെൽപ്പ് ബിസിനസ്മാൻ. പ്രധാനമായിട്ടും ട്രേഡിങ്ങിനാണ്, ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദീസ് ബാങ്ക് കളക്ട് മണി ഫ്രം ജനറൽ പബ്ലിക് ആൻഡ് ഗിവ് ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ്മെൻ ബൈ വേ ഓഫ് ക്യാഷ്, ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര. സോ അവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ജനറൽ പബ്ലിക് ആൻഡ് ദേ ഗ്രാൻഡ് ലോൺസ് ടു ബിസിനസ്മെൻ. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ആവശ്യക്കാർക്ക് അത് എന്താ പറയുക ലോണായിട്ട് അനുവദിച്ചു കൊടുക്കുകയും ഗ്രാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. സോ ദേ അക്സെപ്റ്റ് money from the general public or deposit from the general public and they give short term loans to businessmen. So commercial banks, they are the banks mainly deal with the commercial banking operations like acceptance of deposit and granting loan to public. They are mainly classified into 4. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു പൊതു സ്വഭാവം നമ്മൾ പറഞ്ഞത് ഇതാണ്. They accept deposit from the general public and they grant loan to businessmen and public, those who need money. അപ്പോൾ അക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് ലോൺ, അതാണ് പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ട്രേഡ്. സോ ദീസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4: പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ഇനി പറയാൻ പോകുന്ന 4 അതിൽ ഒന്നാമത്തതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? Public sector bank are those banks which are owned and controlled by the government. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഓൾ ദ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഓൾ നാഷണലൈസ്ഡ് ബാങ്ക്സും അതേപോലെ RRBസും പബ്ലിക് സെക്ടർ ബാങ്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും RRBസും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് 7 സബ്സിഡറീസ്, ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, വിജയ ബാങ്ക്, കനറ ബാങ്ക്, ഇതെല്ലാം എന്താണ്? പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. നമുക്ക് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. ഇതും കൊമേഴ്ഷ്യൽ ബാങ്ക് തന്നെയാണ്, ഷെഡ്യൂൾഡ് ബാങ്ക് തന്നെയാണ്. ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൊമേഴ്ഷ്യലാണ്, ഷെഡ്യൂൾഡാണ്. പ്രൈവറ്റ് സെക്ടറും ഷെഡ്യൂൾഡ് ബാങ്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ്. എന്താണ് വ്യത്യാസം? ദീസ് ബാങ്ക്സ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഡിവിജ്വൽ ആൻഡ് നോട്ട് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും കൺട്രോളിലുമല്ലാത്ത പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ഓൺ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അതിന് എക്സാമ്പിളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്,
ICICI, HDFC, ആക്സിസ് ബാങ്ക്, ഇപ്പോഴത്തെ ഇസാഫ് ബാങ്ക്, ഇതെല്ലാം എന്താണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. അതെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. അതെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ആകെ വ്യത്യാസം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഡിവിജ്വൽസ്. അതുകൊണ്ടാണ് അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാകുന്നത്. എക്സാമ്പിൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ICICI, HDFC, ആക്സിസ് ബാങ്ക്, ഇപ്പോഴത്തെ ഇസാഫ് ബാങ്ക്, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. അടുത്തത് ഫോറിൻ ബാങ്ക്. എന്താണ് ഫോറിൻ ബാങ്ക്? ഫോറിൻ ബാങ്ക്, ദീസ് ബാങ്ക്സ് ആർ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ഹാവ് ദെയർ ഹെഡ് ഓഫീസ് ഇൻ ഫോറിൻ കൺട്രി. അപ്പോൾ ഫോം ചെയ്തതും ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതൊക്കെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരിക്കണം. അതിൻ്റെ ഹെഡ് ഓഫീസ് വിദേശ രാജ്യത്തിലായിരിക്കണം. ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺഡ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എനി ബാങ്ക് രജിസ്റ്റേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഹാവ് എ ബ്രാഞ്ച് ഇൻ ഇന്ത്യ ഈസ് എ ഫോറിൻ ബാങ്ക്. ഇന്ത്യക്ക് പുറത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളതും രജിസ്റ്റർ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ബാങ്കാണ്. രണ്ട് കണ്ടീഷൻസാണ് അവിടെ ഉള്ളത്. ഫോം ചെയ്തതും രജിസ്റ്റർ ചെയ്തതും ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഫോറിൻ നാഷണലായിരിക്കണം. പക്ഷേ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാങ്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ബാങ്കാണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? യെസ് ബാങ്ക്, സിറ്റി ബാങ്ക്, HSBC, ഡച്ച് ബാങ്ക്, ഇതെല്ലാം എന്താണ്? ഫോറിൻ ബാങ്കുകളാണ്. അത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്, അത് ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ഈ ബാങ്കുകളെല്ലാം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോറിൻ കൺട്രിയിലായിരിക്കും. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അടുത്തത് റീജിയണൽ റൂറൽ ബാങ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ റീജിയണൽ റൂറൽ ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെയാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അതേപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ്, RRBs. എന്നാലും RRBയുടെ പ്രധാന ഉദ്ദേശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. To liquidate rural indebtedness by stages and to dispense institutional credit facilities to farmers and artisans in rural areas. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, to liquidate the rural indebtedness by stages. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് കടബാധ്യതകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? ആ കടബാധ്യതകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ധനസഹായം കൊടുക്കുക. രണ്ടാമത്തത് എന്താണ്? ടു ഡിസ്പെൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഫാർമേഴ്സ്. വളരെ എളുപ്പം തന്നെ ഫാർമേഴ്സിനും മറ്റ് തൊഴിലാളികൾക്കും റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണും കടവും ഒക്കെ വളരെ എളുപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ആ കടം കൊടുക്കാനും ലോൺ അനുവദിച്ച് കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാക്കി കൊടുക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ടു ലിക്വിഡേറ്റ് ദ റൂറൽ ഇൻഡെപ്റ്റ്നെസ്, കടബാധ്യത ഒന്ന് ഇളച്ചു കൊടുക്കാനുള്ള രീതിയിൽ ധനസഹായം കൊടുക്കുക. അതുകൂടാതെ ലോണും മറ്റ് കാര്യങ്ങളുമൊക്കെ വളരെ സുഗമമായിട്ട് ഫാർമേഴ്സിനും തൊഴിലാളികൾക്കും റൂറൽ ഏരിയയിൽ അനുവദിച്ച് കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ വന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമൾഗേറ്റഡ് ഇൻ 26 സെപ്റ്റംബർ 1975. ഈ 1975 ഒരു ഓർഡിനൻസ് പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് മുന്നോട്ട് വരുന്നത്. ഓക്കെ, 1975 ഒരു ഓർഡിനൻസ്. സോ RRB in India penetrated every corner of the country and extended a helping hand in the growth of the process of the country. അപ്പോൾ പ്രധാനമായിട്ടും ഈ 1975 ഒരു ഓർഡിനൻസ് പ്രകാരമാണ് RRB മുന്നോട്ട് വന്നത്. ഇത്തരത്തിലുള്ള ബാങ്കിങ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത് റൂറൽ ഏരിയയിലുള്ള തൊഴിലാളികൾക്കും ഫാർമേഴ്സിനും ഒക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയും അതുവഴി കൺട്രിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് RRBകൾ മുന്നോട്ട് വന്നത്. സോ RRBs പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ലോണ്, കടം പ്രൊവൈഡ് ചെയ്യുന്നു RRB. ആർക്ക്? ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. എങ്ങനെ? അറ്റ് കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ ഈ RRBകൾ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഫാർമേഴ്സിനും മറ്റ് തൊഴിലാളികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ അനുവദിക്കുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മൊബിലൈസ് റൂറൽ സേവിങ്സ് ആൻഡ് ചാനലൈസ് ഫോർ സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അതുപോലെ തന്നെ ആൾക്കാരിൽ സേവിങ്സ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ അവരെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും RRBയുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു ദ വീക്കർ സെക്ഷൻ അറ്റ് കൺസെഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് പ്രധാനമായിട്ടും RRBയുടെ ഒരു ഉദ്ദേശം.
അപ്പോൾ 1975 ഒരു ഓർഡിനൻസ് പ്രകാരമാണ് RRB മുന്നോട്ട് വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1976 by the Regional Rural Banks Act in 1976 with a view to satisfy the banking facilities and credit needs of rural people. അതിന് കുറേ എക്സാമ്പിളുകളുണ്ട്. എന്തൊക്കെയാണ്? കേരള ഗ്രാമീൺ ബാങ്ക്, അത് നമുക്കിവിടെ എപ്പോഴും വളരെ സുപരിചിതമായിട്ടുള്ള ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അത് ഒരു RRB ആണ്. ആന്ധ്രാപ്രദേശ് ഗ്രാമീൺ വികാസ് ബാങ്ക്, ചൈതന്യ ഗോദാവരി ഗ്രാമീണ ബാങ്ക്, ഇതെല്ലാം RRBകളുടെ എക്സാമ്പിളുകളാണ്. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്, അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്, കൊമേഴ്ഷ്യൽ ബാങ്കാണ്, അതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണ്, കംപ്ലീറ്റ്ലി ഓൺഡ് ആൻഡ് ഗവേൺഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതൊക്കെയാണ് RRBകൾ. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു 4 ഡിവിഷൻസാണ്. അത് കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് 1, 2 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, 3 ഫോറിൻ ബാങ്ക് ആൻഡ് 4th വൺ ഈസ് റീജിയണൽ റൂറൽ ബാങ്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യയാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളെ, നമ്മളുടെ ബാങ്കിങ് സ്ട്രക്ചറിലെ ഷെഡ്യൂൾഡ് ബാങ്ക്, അൺഷെഡ്യൂൾഡ് എന്താ പറയുന്നത്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഷെഡ്യൂൾഡ് ആയിട്ടും അൺഷെഡ്യൂൾഡും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ 2 ഡിവിഷൻസാണ് പ്രധാനമായിട്ടുള്ളത്, കൊമേഴ്ഷ്യൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നും അതിൻ്റെ സബ് ഡിവിഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ളത്? ഇത് പ്രധാനമായിട്ടും ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ഷെഡ്യൂൾഡ് ബാങ്കിലെ 2 ഡിവിഷൻസാണ് കൊമേഴ്ഷ്യലും കോപ്പറേറ്റീവും. കൊമേഴ്ഷ്യലെ ഇത് മുഴുവൻ ഡിസ്കസ് ചെയ്തു. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അതെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്? അതൊരു പിരമിഡ് സ്ട്രക്ചറാണ്. നമുക്ക് നോക്കാം. ഏറ്റവും അടിയിലുള്ള പിരമിഡ് സ്ട്രക്ചർ എന്താണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, PCS. വില്ലേജുകളിൽ PCS എന്ന്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്നറിയപ്പെടും. അർബൻ സിറ്റീസിൽ അർബൻ ബാങ്ക് എന്നുള്ള രീതിയിൽ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഏറ്റവും അടിയിലത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. വില്ലേജസിൽ PCS, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്നറിയപ്പെടും. അതേസമയം സിറ്റീസിൽ അർബൻ ബാങ്ക് എന്നറിയപ്പെടും. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരിതാണ് CCB, ദാറ്റ് ഈസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ മുകളിൽ വരുന്നതാണ് SCB, ദാറ്റ് ഈസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇതെന്തൊക്കെയാണ്? ഈ 3 ടയർ സിസ്റ്റമാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ഇന്ത്യയിലുള്ളത്. സോ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്ട്രക്ചർ, ഒരു 3 ടയർ സിസ്റ്റമാണ്. At the lower ring, there are primary credit society in villages and urban banks and other non-agricultural credit societies. Non-agricultural credit societies in cities. അപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ എന്തൊക്കെയാണുള്ളത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, അർബൻ ബാങ്ക്സ് ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ദർ ആർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ ഉള്ളത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലാണ്. ആൻഡ് അറ്റ് ദ ടോപ്പ് ദർ ആർ പ്രൊവിൻഷ്യൽ ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ് ആർ നോൺ ആസ് അപ്പെക്സ് ബാങ്ക്സ്. അപ്പോൾ പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒരു 3 ടയർ സിസ്റ്റമായിട്ടാണ് നിലകൊള്ളുന്നത്. അതിലേറ്റവും ബേസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അത് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവും. അതിൽ PCS എന്ന് പറയുന്നത് വില്ലേജുകളിലും അർബൻ ബാങ്ക് അല്ലെങ്കിൽ NICs എന്നുള്ളത് സിറ്റീസിലും ഉണ്ടാവും. ഡിസ്ട്രിക്ട് ലെവലിലെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയുള്ളത് എന്താണ്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അത് ഡിസ്ട്രിക്ട് ലെവലാണ്. അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് ലെവലിൽ ഒന്നുണ്ട്, അതെന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതിനെ അപ്പെക്സ് ബാങ്ക് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ഒരു 3 ടയർ സിസ്റ്റമായിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലകൊള്ളുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതായിരിക്കും ഏറ്റവും ടോപ്പിൽ എന്ന് വിചാരിക്കുമല്ല. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, അൺഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞു. ഷെഡ്യൂൾഡ് ബാങ്കിൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നും കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്നും പറഞ്ഞു. അതിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എക്സാമ്പിളുകളായിട്ടുള്ള പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക്, RRB പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓരോ ഡിവിഷൻസും പറഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് അൺഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ടല്ലോ. അൺഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തായിരുന്നു പറഞ്ഞത്?
അതിൽ പ്രധാനമായിട്ടും RBI ആക്ട് പ്രകാരമല്ല, ബാങ്ക് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തിരിക്കുന്നത്. 5 ലക്ഷത്തിൽ താഴെയാണ് റിസർവ് ക്യാപിറ്റലും എന്താ പറയുക പെയ്ഡ് അപ്പ് ക്യാപിറ്റലൊക്കെ 5 ലക്ഷത്തിൽ താഴെയാണ്. മാത്രമല്ല RBI ആയിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. ഇതൊക്കെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ഓൾസോ സബ്ജക്ട് ടു ദി സ്റ്റാറ്റ്യൂട്ടറി ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്, ബട്ട് ദേ ആർ നോട്ട് റിക്വയർഡ് ടു കീപ് ദം വിത്ത് RBI. RBI ആയിട്ട് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ദേ മേ കീപ് ദീസ് ബാലൻസസ് വിത്ത് ദംസെൽഫ്. They are not entitled to borrow from RBI for normal banking purpose because RBI ആക്ട് പ്രകാരമല്ല അത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെയാണ്. അപ്പോൾ അതിൽ ദീസ് ആർ 5 നോൺ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ചില എക്സാമ്പിളുകൾ പറയുകയാണ് അൺഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് വെച്ചാൽ RBIയുടെ രണ്ടാമത്തെ ഷെഡ്യൂളിൽ പേരില്ലാത്ത ചില അൺഷെഡ്യൂൾഡ് ബാങ്കുകളുടെ എക്സാമ്പിളുകൾ പറയുകയാണ്. അഖാന്ത് അനന്ത് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, അലവി കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, അമർനാഥ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, അമോദ് നാഗരിക് സഹകാരി ബാങ്ക് ലിമിറ്റഡ്, അമ്രേലി നാഗരിക് സഹകാരി ബാങ്ക് ലിമിറ്റഡ്. ഇതൊക്കെ ചില അൺഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യയിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ സബ്ഡിവിഷൻസാണ്. ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും ഉണ്ട്. അതിലെ ഓർഗനൈസ്ഡിലെ banking institutions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. In the next video we will be discussing the apex banks. Okay, thank you so much.